CI ഓഫീസ് സിഗ്നലിൽ 3.5 മീറ്റർ ഉയരമുള്ള അടിപ്പാത. സുരേഷ് ഗോപി വഴി ശ്രീകുമാറിന്റെ സമ്മർദ്ദമേറ്റു. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ CI ഓഫീസ് സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടില്ലെന്ന തീരുമാനം ഡൽഹിയിൽ കൈക്കൊണ്ടതായി സൂചന. 3.5 മീറ്റർ ഉയരത്തിൽ അടിപ്പാതയാകും ലഭിക്കുക. സുരേഷ് ഗോപി മന്ത്രി ഗഡ്കരിയുമായി സംസാരിച്ച് ധാരണയായതായാണ് വിവരം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും ടൂറിസത്തിന്റെ സാധ്യതകളും മന്ത്രിയെ ധരിപ്പിച്ചതോടെയാണ് കാര്യങ്ങൾക്ക് തീരുമാനമായത്. ലിഫ്റ്റഡ് ബ്രിഡ്ജ് മാത്രം അനുവദിച്ച CI ഓഫീസ് സിഗ്നലിൽ അതോടെ 3.5 മീറ്റർ ഉയരമുള്ള അടിപ്പാതയായി മാറുകയായിരുന്നു. എലിവേറ്റഡ് ഹൈവേക്കായി കർമ്മസമിതി 2ാം ഘട്ട സമരം തുടങ്ങിയിട്ട് 486 ദിവസങ്ങളോളമായി. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ് മുഴുവനും എലിവേറ്റഡ് ഹൈവേ ആക്കുകയായിരുന്നുവെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. വേണ്ട സമയത്ത് നഗരസഭയുടെ ഇടപെടൽ ഇല്ലാതിരുന്നതാണ് കാരണം. MP-യുടെ സമ്മർദ്ദത്തിൽ എലിവേറ്റഡ് ഹൈവേ പോയത് ചന്തപ്പുരയിൽ നിന്ന് വടക്കോട്ടേക്കും. കയ്പമംഗലം മണ്ഡലത്തിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതയുണ്ടെന്ന് കർമ്മസമിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ MLA-യുടെ മുഖം ചുളിഞ്ഞതിനും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയായപ്പോൾ CI ഓഫീസ് സിഗ്നലിന് പടിഞ്ഞാറ് വശമുള്ള ജനങ്ങളാണ് ഏറെ സന്തോഷിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി AR ശ്രീകുമാറിന്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീകുമാർ CI ഓഫീസ് സിഗ്നൽ വിഷയം അവതരിപ്പിച്ചു. പരിഹാരം കണ്ടെത്തുന്നതിനായി ശ്രീകുമാർ വിദഗ്ധ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി. പലവട്ടം ED-ക്ക് മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീകുമാർ തൃശൂർ സൗത്ത് ജില്ലയുടെ പ്രസിഡന്റായതോടെ കാര്യങ്ങളുടെ വേഗത കൂടി. അവസാനം സ്വപ്നം കണ്ട അടിപ്പാത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓർഡറാകുമെന്നാണ് പ്രതീക്ഷ. തങ്ങളാണ് നേടിത്തന്നതെന്ന് പറഞ്ഞ് പലരും അടിപ്പാതയ്ക്ക് അവകാശവാദവുമായി വന്നേക്കാം. ശ്രീകുമാർ സുരേഷ് ഗോപിയിൽ ചെലുത്തിയ സമ്മർദ്ദമാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിത്തരാൻ കാരണമാകുന്നത്.